ഫോണ്ട് ഓഫ്. അവന് ചോക്ലേറ്റ് ഇഷ്ടമാണ്. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. എനിക്ക് പാചകം ചെയ്യുന്നത് ഇഷ്ടമല്ല. അവൾക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് രാവിലെ നടക്കുന്നത് ഇഷ്ടമാണോ? ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ല, ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോണ്ട് ഓഫ് എന്ന ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാം എന്നാണ്. ഫോണ്ട് ഓഫ് എന്നാൽ ഇഷ്ടമാണ്. വളരെ ഈസി ആയിട്ട് ഫോണ്ട് ഓഫ് എന്ന ഫ്രേസ് നമുക്ക് ഉപയോഗിക്കാം. ഐ ആം ഫോണ്ട് ഓഫ് ചോക്ലേറ്റ്സ്. എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്. ഐ ആം ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. എനിക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ഇഷ്ടമാണ്. ഷീ ഈസ് ഫോണ്ട് ഓഫ് കുക്കിംഗ്. അവൾക്ക് പാചകം ചെയ്യുന്നത് ഇഷ്ടമാണ്. ദേ ആർ ഫോണ്ട് ഓഫ് സ്വിമ്മിങ്. അവർക്ക് സ്വിമ്മിങ്, നീന്തൽ ഇഷ്ടമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഫോണ്ട് ഓഫ് ഉപയോഗിക്കാം. ഫോണ്ട് ഓഫ് എന്ന ഫ്രേസ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നൗൺ വേണമെങ്കിൽ ഉപയോഗിക്കാം. ചോക്ലേറ്റ്സ്, ഐസ്ക്രീം എന്നൊക്കെ പറയുന്നത് നൗൺസ് അല്ലേ? അതേസമയം കുക്കിംഗ്, സ്വിമ്മിങ് എന്നൊക്കെ പറയുന്നത് വെർബൽ നൗൺസ് ആണ്, അല്ലെങ്കിൽ ജെറൻസ് ആണ്. കുക്ക് എന്ന വേർബിനോടുകൂടി ING ചേർത്ത് കുക്കിംഗ്, പാചകം എന്നാക്കി മാറ്റി. അതുപോലെ സ്വിം എന്ന വേർബിനോടുകൂടി ING ചേർത്ത് സ്വിമ്മിങ് എന്നാക്കി. അപ്പോൾ ഒരു നൗൺ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ജെറൻസും ഉപയോഗിക്കാം. പിന്നെ ഐ ആം ഫോണ്ട് ഓഫ് എന്ന് പറയുന്നത് പോലെ തന്നെ ഹീ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹീ ഈസ് ഫോണ്ട് ഓഫ് എന്നാണ് പറയേണ്ടത്. ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ ദേ ആർ ഫോണ്ട് ഓഫ്. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ആം, ഈസ് അല്ലെങ്കിൽ ആർ ഉപയോഗിക്കേണ്ടത്. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം ഉപയോഗിക്കുക. യു ആണ് സബ്ജക്റ്റ് എങ്കിൽ ആർ ഉപയോഗിക്കുക. യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ഉപയോഗിക്കുക. ഹി, ഷീ, ഇറ്റ് അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം. ഐ ആം ഫോണ്ട് ഓഫ്, ഷീ ഈസ് ഫോണ്ട് ഓഫ്, ഹീ ഈസ് ഫോണ്ട് ഓഫ്, യു ആർ ഫോണ്ട് ഓഫ്, ദേ ആർ ഫോണ്ട് ഓഫ്, വി ആർ ഫോണ്ട് ഓഫ്. അങ്ങനെ ഇത് പ്രസൻറ്റ് ടെൻസിലാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ആം, ഈസ്, ആർ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത് പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ? ഫോർ എക്സാമ്പിൾ, എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമായിരുന്നു എന്നാണെങ്കിൽ ഐ വാസ് ഫോണ്ട് ഓഫ് ചോക്ലേറ്റ്സ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ വാസ് ആണ് ഉപയോഗിച്ചത്. അതുപോലെ ഐ, ഹി, ഷീ, പിന്നെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വാസ് ഉപയോഗിക്കുക. ഇനി യു, വി, ദേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ വേർ ഉപയോഗിക്കുക. ദേ വേർ ഫോണ്ട് ഓഫ് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് നീന്തൽ ഇഷ്ടമായിരുന്നു എന്നായി, പാസ്റ്റ് ടെൻസായി. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ഫോം ഉപയോഗിക്കാം. നെഗറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ഇഷ്ടമായിരുന്നു എന്നതിന് പകരം ഇഷ്ടമായിരുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കൂ. ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് റീഡിങ് നോവൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നോവൽസ് വായിക്കുന്നത് ഇഷ്ടമല്ല. ഇതിന് പകരം ഐ വാസ് നോട്ട് ഫോണ്ട് ഓഫ് റീഡിങ് നോവൽസ് എന്നാണെങ്കിൽ എനിക്ക് നോവൽസ് വായിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല എന്നായി. ഐ വാസ് എന്നുപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ഷീ ഈസ് നോട്ട് ഫോണ്ട് ഓഫ് സിംഗിങ് സോങ്സ്. അവൾക്ക് പാട്ടുകൾ പാടുന്നത് ഇഷ്ടമല്ല. ആർ യു ഫോണ്ട് ഓഫ് ഗോയിങ് ഫോർ എ വാക്ക് ഇൻ ദ മോർണിംഗ്? നിങ്ങൾക്ക് രാവിലെ നടക്കുന്നത് ഇഷ്ടമാണോ? അത് ഒരു ക്വസ്റ്റ്യൻ ഫോമായി. ആർ യു ഫോണ്ട് ഓഫ് ഗോയിങ് ഫോർ എ വാക്ക് ഇൻ ദ മോർണിംഗ്? ഇനി കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ്. എനിക്ക് അപരിചിതരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. എങ്ങനെ പറയും അത് ഫോണ്ട് ഓഫ് ഉപയോഗിച്ചുകൊണ്ട്? എനിക്ക്, അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ്. അപരിചിതരോട് സംസാരിക്കുന്നത്, സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ടോക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ്. ടോക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരോട് സംസാരിക്കുന്നത്. ഐ ആം നോട്ട് ഫോണ്ട് ഓഫ്, ഇഷ്ടമല്ല. ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ടോക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. അവൾക്ക് ഗോസിപ്പിംഗ്
ഇഷ്ടമായിരുന്നു. അവൾക്ക് ഗോസിപ്പിംഗ് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു എന്നാണ്, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് എന്ന് മറക്കല്ലേ. ഷീ വാസ് ഫോണ്ട് ഓഫ് ഗോസിപ്പിംഗ്. ഷീ വാസ് ഫോണ്ട് ഓഫ് ഗോസിപ്പിംഗ്. അവർക്ക് ബാഡ്മിൻ്റൺ കളിക്കുന്നത് ഇഷ്ടമാണ്. ദേ ആർ ഫോണ്ട് ഓഫ് പ്ലേയിങ് ബാഡ്മിൻ്റൺ. ദേ ആർ ഫോണ്ട് ഓഫ് പ്ലേയിങ് ബാഡ്മിൻ്റൺ. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. നിങ്ങൾക്ക് ഹിൽ സ്റ്റേഷൻസിൽ പോകുന്നത് ഇഷ്ടമാണോ? നിങ്ങൾക്ക്, അപ്പോൾ യു ആണ് സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ ഫോമാണ്. അപ്പോൾ ആർ യു ഫോണ്ട് ഓഫ് ഗോയിങ് ടു ഹിൽ സ്റ്റേഷൻസ്? ആർ യു ഫോണ്ട് ഓഫ് ഗോയിങ് ടു ഹിൽ സ്റ്റേഷൻസ്? അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസസ് ക്വസ്റ്റ്യൻ ഫോമിലായാലും പോസിറ്റീവ് സെൻറ്റൻസസ് ആയാലും നെഗറ്റീവ് സെൻറ്റൻസസ് ആയാലും ഒക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ? ഇതുപോലെ കൂടുതൽ സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യൂ.